മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഈ ഒരു പിടിവലി ഉണ്ടല്ലോ, അപ്പൊ ഇത് ഈ തിളക്കമാർന്ന ഈ വിജയത്തിന് മങ്ങലല്ലേ? ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ വാഗ്വാദങ്ങളും വർത്തമാനങ്ങളും നേരത്തെ ഉണ്ടായിരുന്നത് പോലെയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിസ്മയം കൂടി കേരളത്തിലുണ്ടാകും. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന വിസ്മയം ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും. ഒരലോസരവും കൂടാതെ, ഒരഭിപ്രായ വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഒരു പ്രതിനിധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരലോസരവും കാലുഷ്യവും ഉണ്ടാകാതെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകും. ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും കേരളത്തിന്റെ പൊതുവായ വികാരം മാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക സാമൂഹ്യ പശ്ചാത്തലവും രാഷ്ട്രീയ സാഹചര്യങ്ങളും ആകെ വിലയിരുത്തിക്കൊണ്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് എന്റെ വ്യക്തമായ. ഇന്നലെ സെന്റ് ജോസഫിനടുത്ത് വെച്ച് തുറന്നു പറഞ്ഞത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ഈ പറഞ്ഞ ചർച്ചയൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം അതിന് വ്യക്തിഗതമായ ആഗ്രഹം എന്ന നിലയിലാണ് പറഞ്ഞത്. ഞാനത് കണ്ടു ആ ബൈറ്റ്. അദ്ദേഹത്തിന് വ്യക്തിഗതമായ ഒരു പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പിന്റെയും പിന്തുണ അവർ പ്രത്യക്ഷമായി പോലും പല ഘട്ടത്തിലും വി.ഡിക്ക് വേണ്ടി പറയുന്നുണ്ട്. ലീഗ് പറയുന്നത് ഇത്രത്തോളം കൃത്യമായ നിലപാടെടുത്ത ഒരാൾ വി.ഡി. സതീശനാണ്. 100 സീറ്റ് മുകളിൽ പറഞ്ഞ ഏക കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അപ്പോൾ വി.ഡി. സതീശൻ ഒരു സ്വാഭാവിക ചോയ്സായി വരണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗ് പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചു. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിന് പ്രതികരണമാണ്. കാരണം വി.ഡി. സതീശന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ് ശ്രീ വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം കോൺഗ്രസിൽ പോലും ആർക്കും ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷമുണ്ടായിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കിയതുപോലെ തന്നെ നല്ല ഗൃഹപാഠം നടത്തി ടീം UDF എന്ന നിലയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് 5 വർഷം അഭിമാനകരമായ വിജയം ആർജിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ടീം UDF ആണ്. ആ ടീം UDFൽ തീർച്ചയായും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇതിനാകെ നേതൃത്വം കൊടുക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, പ്രത്യേകിച്ചും സംഘടനാ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ ടീം UDFന്റെ ഭാഗമാണ്. ഞങ്ങളെല്ലാം ആ ടീം UDFലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്.